എല്ലാ മാന്യ പ്രേക്ഷകർക്കും അടുത്ത വ്ളോഗിലോട് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ദുബായിലോട്ട് തിരിച്ചു പോവാണ്. ഷാർജ വഴിയാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് ഷാർജ എയർപോർട്ട് കാണാൻ പോകുന്നത്, എയർ അറേബ്യയിലും പോകുന്നത്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം. ഇപ്പോൾ 7:30 വൈകുന്നേരം ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടെ നിന്നൊരു 3 മണി 4 മണിയാകുമ്പോൾ ഇറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ അമ്മയും വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഡോറൊക്കെ നടച്ച് ഞാൻ ഓടിച്ചുകൊണ്ട് പോവാം. ഡ്രൈവർ വരുന്നുണ്ട് തിരിച്ച് കൊണ്ടുപോകാനായിട്ട്. ഈ പാല ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അമ്മയുണ്ട് കൊണ്ടാകാനായിട്ട്. പാലല്ല, ഇത് വയനാട്ടുള്ള വഴിയാണ്. അടിയിൽ വന്ന് ഇറങ്ങുന്ന സ്ഥലം, മുകളിൽ പോകുന്ന സ്ഥലം. ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ആനേനെ കാണാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് കസേര കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആനേനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ തൃശ്ശൂർ പൂരം ഇനി അടുത്ത മാസമാണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് വേണ്ടി ഞാനും ബസ്സും വരുന്നുണ്ട്. ഉള്ള എയർ അറേബ്യയിൽ ആണ് പോകുന്നത്. ആദ്യമായിട്ടാണ് ഷാർജ എയർപോർട്ടിൽ പോകുന്നത്, പിന്നെ എയർ അറേബ്യ ഫ്ലൈറ്റിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് കണ്ടു നോക്കാം. ഫുൾ ബുക്ക്ഡ് ആയിരുന്നു. എന്നിട്ട് കഷ്ടിച്ചാണ് ലാസ്റ്റ് മൊമെൻറ്റിലാണ് ടിക്കറ്റ് കിട്ടിയത്. ഈ സിയാലിൻ്റെ ലോഗോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. നമ്മൾ പണ്ട് തെങ്ങിൻ്റെ ഓല കൊണ്ടുണ്ടാക്കുന്ന ഒരു പട്ടത്തിൻ്റെ അതേ ലോഗോയാണ്. നല്ല ലോഗോയാണ്, നല്ലൊരു വെറൈറ്റി ലോഗോയാണ്. പറക്കുന്നതും പിന്നെ ഉയരുന്നതിൻ്റെ ഒരു നല്ലൊരു സിമ്പിളായിട്ട് തോന്നി. അതാണ് ഞാൻ പോകുന്ന ഫ്ലൈറ്റ്, എയർ അറേബ്യയുടെ ഫ്ലൈറ്റാണ്. ഇപ്പുറത്ത് എയർ ഇന്ത്യ, അങ്ങനെ വലിയ കുറേ ഫ്ലൈറ്റുകൾ ഇവിടേക്ക് ഉണ്ട്. ഇത് നല്ലൊരു വ്യൂ ആണ്. ഫുള്ള് നെടുമ്പാശ്ശേരി വിമാനത്താവളം കാണാം. നമ്മുടെ റോഡിൻ്റെ ട്രാഫിക് പോലെ തന്നെ എയർ ട്രാഫിക് കൺട്രോൾ ഉണ്ട്. അതാണ് എയർ ട്രാഫിക് കൺട്രോൾ. അവർ എന്നിട്ട് മൊത്തം ഇത് എവിടെ ഫ്ലൈറ്റ് എപ്പോൾ പൊങ്ങണം, ഏത് റൂട്ടിൽ കൂടെ പോകണം, എല്ലാ കാര്യങ്ങളും അവരാണ് പ്ലാൻ ചെയ്യുന്നത്. അത് സാധനങ്ങൾ ലോഡ് ചെയ്യാണ്. നമ്മുടെ ബാഗെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറെ ഫ്ലൈറ്റ് പോകുന്നു. ആ കാണുന്ന എയറോ ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറുന്നത്. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ പുറത്തുനിന്ന് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. ജസ്റ്റ് നേരെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക. ഞാൻ ക്രൂവിൻ്റെ ഒപ്പമാണ് ട്രാവൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രത്യേകതരം സീറ്റ്. മെയിൻ പാസഞ്ചേഴ്സൊക്കെ അവിടെ വേറെ യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ക്രൂവിൻ്റെ സീറ്റിലാണ് ഇരിക്കുന്നത്. ക്രൂവിൻ്റെ ഒപ്പം വരുന്ന അവരുടെ സ്പെഷ്യൽ ബെൽറ്റിലൊക്കെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾ വന്ന് ഇപ്പോൾ അതിൽ നിന്ന് ചൂടായ സാൻഡ്വിച്ചൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇതാണ് ഫുള്ളാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ ചോദിച്ചു, ഇവിടെ ഇരുന്ന് പറന്ന് പോകുന്ന ഒരു എക്സ്പീരിയൻസ് എടുക്കാൻ വെച്ചു. ഇപ്പോൾ സാധാരണ പാസഞ്ചറിനുള്ള സീറ്റ് പോലെയല്ല ക്രൂവിൻ്റെ. ക്രൂവിൽ ഇവിടെ നിന്നൊരു ലൈൻ വരും, ഇവിടെ നിന്നൊരു ലൈൻ വരും. എന്നിട്ട് നടുവിലാണ് ഒരു ഫുഡുള്ളത്. നമുക്കതൊന്ന് കണ്ടുനോക്കാം എങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ അകത്തെ കിച്ചൺ. നിങ്ങൾക്ക് ഫുഡ് വരുന്ന സമയത്തെല്ലാം ഇവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മുകളിലോട്ടാക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ ഇതാ കാണുന്നതാണ് ഓവൻ. അപ്പോൾ അടുത്ത ക്യാബിനിലെ വേസ്റ്റ്, അതായത് നമ്മൾ ഫുഡ് സെർവ് ചെയ്തിട്ട്
എല്ലാത്തിനും ഓരോ പെട്ടി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ഈ ഫോൺ ഫ്ലൈറ്റ് അനൗൺസ്മെൻ്റ് ഉള്ളതാണ്. അതായത് നിങ്ങൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ തന്നെ ഇങ്ങനെ ക്യാബിൻ്റെ കൂട്ടത്തിൽ ഓരോന്ന് പറയും. അതായത് സീറ്റ് ബെൽറ്റ് ഇട്, ഫ്ലൈറ്റ് ഇപ്പോൾ പൊങ്ങാൻ പോകുന്നു, വെൽക്കം ടു കൊച്ചി, അങ്ങനെയൊക്കെ പറയുന്നതാണ്. അതെല്ലാം ഈ ഫോണിൽ കൂടെയാണ്. ഇത് അതിൻ്റെ പൈലറ്റിനായിട്ട് കണക്ട് ചെയ്യുന്ന ഫോണാണ്. ബാക്കിൽ 3 സീറ്റ് ഉണ്ട്, ഒരു സീറ്റ് 2 സീറ്റ്, അത് വേറൊരു എക്സ്ട്രാ സീറ്റാണ്. അതിങ്ങനെ മടക്കുകയും ചെയ്യാം, പോവുകയും ചെയ്യാം. ഇത് വെള്ളം കുടിക്കുന്ന സാധനമാണ്. നല്ല വലിപ്പമുള്ള സാധനമുണ്ട്. ഫുള്ള് ഒരാൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാം, അത്രയും വലിപ്പമുണ്ട്. അപ്പോൾ ഇവരൊന്നും ഓരോ കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് പോകുന്നുണ്ട്. ഇവിടെ പൈസ കൊടുക്കുന്ന എല്ലാത്തിനും എനിക്ക് ഇവർ കഴിക്കുന്ന ഒരു ഭക്ഷണം കഴിക്കുന്ന എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് സിഗരറ്റ് വരെ വിൽക്കുന്നുണ്ട്. അപ്പോൾ സിഗരറ്റിൻ്റെ കാണുമ്പോൾ വലിയ സിഗരറ്റ്. അപ്പോൾ ഇത് വേസ്റ്റിൻ്റെ പെട്ടിയാണ്. അപ്പോൾ ഇത് ഓട്ടത്തിലാണ് ഫുഡുള്ളൂ. ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത് സിഗരറ്റാണ്. ഇപ്പുറത്തേൽ വേറെ വാട്ടർ, വെള്ളത്തിൻ്റെ സാധനങ്ങളൊക്കെയാണ്. ഇപ്പുറത്തേൽ മറ്റേ ഡ്രൈ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ 5 പെട്ടി ഉണ്ടെങ്കിൽ 5 പെട്ടിയിൽ പല പല ഡിഫറെൻറ്റ് സാധനങ്ങളാണ്. ഇതിങ്ങനെ ക്ലോസ് ചെയ്യാനും ഇതിങ്ങനെ ലോക്ക് ചെയ്യാനും. ഈ ക്യാബിൻ എന്ന് പറയുന്നത് ഇത് പെയ്ഡാണ്, പക്ഷേ നല്ല ഇതിൽ പൈസ കൊടുക്കണം. അപ്പോൾ പൈസ കൊടുക്കുന്ന സമയം ഭയങ്കര ഫ്രീ ആണ്. പൈസ കൊടുക്കുന്ന എയർക്രാഫ്റ്റ്. ഇതിന് പകരം എമിറേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഇവർ എല്ലാ പാസഞ്ചേഴ്സും പല ഭക്ഷണം വാങ്ങിച്ചുകൊണ്ടിരിക്കും. ഇതിൽ ഭക്ഷണം പൈസ കൊടുത്ത് വാങ്ങാണ്ട് ഒന്ന് റൗണ്ട് അടിച്ച് വെച്ചെങ്കിൽ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു. അപ്പോൾ അത് ഒരു അഡ്വാൻറ്റേജ് ആണ് എയർ അറേബ്യ ഫ്ലൈറ്റുമായി പോലുള്ള സ്റ്റാഫ്. എമിറേറ്റ്സ് ആണെങ്കിൽ അവർ ഓടി വെച്ചാണ് നടക്കുന്നത്. എല്ലാ ചെറിയ ചെറിയ കാര്യത്തിലൊക്കെ അവർ എപ്പോഴും പാസഞ്ചേഴ്സ് പിടിച്ചിട്ടുണ്ട്. അതായത് ഫ്ലൈറ്റ് പോകുമ്പോൾ പല എയർ പ്രഷറുള്ള ആൾക്കാർ ടർബുലൻസ് പറയും. ഇങ്ങനെ അതിങ്ങോട്ടേക്ക് പേടിക്കാനൊന്നുമില്ല. ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ ആദ്യം ഫുഡ് അടയ്ക്കണം. ഇതെല്ലാം പിന്നെ ലോക്ക് അടച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ആൾക്കാർ കയറുന്നത്. പിന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ല എക്സ്പീരിയൻസ് ആണ്. ലൈറ്റൊക്കെ എൽ ലൈറ്റൊക്കെ വെച്ചുകൊണ്ടാണ് ഇതാണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല ചൂടുവെള്ളമാണ് കിട്ടുന്നത്. അപ്പോൾ ഡസ്റ്റ്ബിൻ ചെയ്ത് സേഫായിട്ട് ലാൻഡ് ചെയ്യും. അപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു അരമണിക്കൂറിൽ വീട്ടിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഷാർജ എയർപോർട്ടിലെത്തുന്നത്. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും നല്ല നല്ല വീഡിയോ ഞാൻ തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് എൻ്റെ ലാസ്റ്റ് 2 വീഡിയോസ് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.